ഹലോ. എന്താ പറയുക, എള്ള് ഉണ്ടയല്ല, എള്ളിൻ്റെ ഇങ്ങനത്തെ കഴിക്കുമായിരുന്നു. സോ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇന്ന് മോഹൻലാൽ കേസ് കൊടുത്ത കാര്യമാണ്. അപ്പം ഞാൻ വക്കീലായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കേസുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്നത് അധികവും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയും. നമ്മളുടെ ബൗദ്ധിക അവകാശങ്ങൾ എന്തൊക്കെയാണ് ബൗദ്ധിക അവകാശങ്ങൾ എന്നുള്ളതിൽ ഒത്തിരി ഞാൻ ബോറടിപ്പിച്ചിട്ട് അതൊന്നും പറയുന്നില്ല. പറഞ്ഞ എല്ലാവർക്കും ബോറടിക്കും. മോഹൻലാൽ എന്തിനാണ് അവിടെ ഹൈക്കോടതിയിൽ പോയി പെറ്റീഷൻ ഇട്ടതെന്ന് വെച്ചാൽ ഡൽഹി ഹൈക്കോർട്ടിൽ കുറേ ആളുകൾ പെറ്റീഷൻ ഇട്ട് ഇൻജങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻജങ്ഷനും സ്റ്റേയും രണ്ടും രണ്ടാണ്. ഇൻജങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഡറാണ്. ഇൻജങ്ഷൻ പെറ്റീഷൻ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറയും, ഇപ്പം മോഹൻലാലിനെ ആരെങ്കിലും ബോഡി ഷെയ്മിങ് ചെയ്യാൻ ശ്രമിക്കുകയോ അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ AI ഇമേജ് വെച്ചിട്ട് ഷെയ്മിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പല രീതിയിൽ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് ഓർഡറാണ്. ആരാണെങ്കിലും ഇപ്പം ആഗ ചെയ്തു, പാർവതി ചെയ്തു, സുനിത ചെയ്തു, സിന്ധു ചെയ്തു, അങ്ങനെയൊന്നും വേണ്ട. ഇപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ ആൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പോയി കേസ് കൊടുത്തുകൊണ്ടിരിക്കാനാണെങ്കിൽ മോഹൻലാലിനെ കൊണ്ട് സാധിക്കുമോ? ആയിരക്കണക്കിന് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ഓർഡർ കിട്ടും. അതാണ് കാണിക്കുന്നത്. ഇൻജങ്ഷൻ ആർക്ക് എഗൻസ്റ്റ് ആണെങ്കിലും ആ ഇൻജങ്ഷൻ ഉപയോഗിക്കാൻ പറ്റും മോഹൻലാലിന്, കേട്ടോ. അപ്പോൾ ഇനി അത് എന്തിനാണെന്ന് വെച്ചാൽ അത് അവരുടെ പേഴ്സണാലിറ്റിയാണത്. അവരുടെ പേഴ്സണാലിറ്റി കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയാണ്, അതാണ് അവരുടെ അന്നം. അത് മുട്ടിക്കുന്ന പോലത്തെ പരിപാടിയല്ലേ ഈ കാണിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ വൾഗറായിട്ട് AI ഒക്കെ ഉണ്ടാക്കി വിടുക ഒക്കെ മോഹൻലാലിന് നാണക്കേടല്ലേ അതൊക്കെ. അതുകൊണ്ടാണ് അദ്ദേഹം ഇൻജങ്ഷൻ വാങ്ങിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മോഹൻലാൽ എന്ത് കേസാണോ കൊടുത്തത്, മോഹൻലാൽ എന്ത് കേസാണോ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു പല സ്ഥലങ്ങളിലും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അതിനെപ്പറ്റി ഒരു ചെറുതായിട്ട്. എന്നെ കേൾക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് നിയമങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷേ ചില വലിയ വലിയ കാര്യങ്ങൾ ഇതിൽ വരുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നും, എന്താണ് ഈ പറയുന്നത്, ഏത് തരത്തിലാണ് കേസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അല്ലേ. കാരണം അപ്പോൾ ഈ ആർക്കും ചെയ്യാൻ പറ്റില്ല ചേച്ചി എന്ന് ചോദിച്ചാൽ ഫെയർ യൂസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് മോഹൻലാലിൻ്റെ അനുമതി വേണം ഇനി അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. ഞാൻ പല സ്ഥലങ്ങളിലും ഈ പാൻ പരാഗിൻ്റെ പരസ്യം അതും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര മോശമാണ് ശരീരത്തിന് അല്ലേ. അപ്പോൾ വലിയ വലിയ ആക്ടേഴ്സിൻ്റെയൊക്കെ പേര് ബോർഡിലൊക്കെ വെച്ചിട്ട് അവർ അങ്ങ് റിമോട്ട് ഏരിയയിലൊക്കെ പാൻ പരാഗ് വെച്ചിട്ട് അനിൽ കപൂറിൻ്റെ അങ്ങനത്തെയൊക്കെ ആൾക്കാരുടെയൊക്കെ ഫേസ് വെച്ചിട്ട് ഇത് ചെയ്യും, പരസ്യം ചെയ്യും. അവിടെ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ അനിൽ കപൂർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ ദൈവം പോലെയാണ് അവർ കാണുക. അല്ലെങ്കിൽ രജനീകാന്തിനെ അങ്ങനെ ചെയ്തു എന്നല്ല കേട്ടോ പറയണേ. പക്ഷേ ഇവരെയൊക്കെ അങ്ങനെ ചെയ്തിട്ട് ദൂരത്തുള്ള വലിയ ഫീൽഡിലൊക്കെ കണ്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ നിറയെ ഉരുളക്കിഴങ്ങ് പാടങ്ങളാണേ. രാജസ്ഥാൻ ജയ്പൂരിലേക്ക് ഞങ്ങൾ കാറിൽ പോയി ഡൽഹിയിൽ നിന്ന്. അതെ, ആ സമയത്ത് ആഗ്ര ടു ഡൽഹിയാണ് പോയതെന്ന് തോന്നുന്നു. എന്തോ ഞങ്ങൾ കാറിലാണ് പോയത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, എന്തുവാ ആ പോകുന്ന വഴിയെല്ലാം നമ്മൾ വിചാരിക്കും അയ്യോ നോർത്ത് ഇന്ത്യ ഭയങ്കര ഫുൾ ഉരുളക്കിഴങ്ങ് പാടമേ ഉള്ളൂ. ഒത്തിരി പാടങ്ങൾ, ജനവാസമൊന്നുമില്ല, കുറേ ഗ്രാമീണരാണ് ഉള്ളത്. അവിടെയൊക്കെ ഇങ്ങനെ വലിയ വലിയ പാൻ പരാഗിൻ്റെ ഹോർഡിങ്സ് വലിയ പാടത്ത് തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ നടുക്ക് വെച്ചിട്ടുണ്ട്. വലിയ ഹ്യൂജ് ഹോർഡിങ്സ് നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്നില്ലേ, അതുപോലത്തെ വലിയ പരസ്യപ്പലകയിൽ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. ചിലപ്പോൾ ഇവരോടൊന്നും ചോദിച്ചിട്ട് പോലും ആയിരിക്കില്ല പരസ്യമൊക്കെ വെക്കുന്നതേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് ദോഷവുമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആളുകളൊക്കെ പോയി കേസ് കൊടുക്കും, ഞങ്ങളിത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പ്രശ്നമായി, അസുഖം വന്നു എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഇപ്പം അധികവും എനിക്ക് തോന്നുന്നു ഫിലിം സ്റ്റാർസൊന്നും ഇങ്ങനെ നിയമങ്ങളിപ്പം നമുക്ക് എന്തുമാത്രം ഉണ്ടെന്നറിയാം. ഇതുപോലത്തെ അഗ്രിമെൻറ്റ്സ് ഒന്നും സൈൻ ചെയ്യാറില്ല. നമ്മുടെ അനൂപ് മേനോന് നല്ല കട്ടിക്ക് മുടിയില്ലേ, പുള്ളി ഏതോ ഒരു ഹെയർ ഓയിൽ പരസ്യം വന്നുകൊണ്ടിരുന്നു ഇതിനകത്ത്. ഏഷ്യാനെറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരുന്നു. അനൂപ് മേനോനാണെങ്കിൽ നല്ല തിക്ക് മുടി, കറുത്ത മുടി. ആഹാ, അനൂപ് മേനോൻ്റെ പോലെ മുടി ഉണ്ടാവും ഈ തൈലം മേടിച്ചാന്ന് പറഞ്ഞിട്ട് മേടിച്ചു എത്ര ഒരാൾ.
മുട്ടയോ കഷണ്ടിയും കണ്ടുവരുന്ന അയാൾ പറയാം ഉള്ള മുടി കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്ത് അനൂപ് മേനോൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഏതോ ഒരു അഭിമുഖത്തിൽ അനൂപ് മേനോനോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതോ അതിനകത്ത് തന്നെയാണോ ഈ ഓയിൽ ഉപയോഗിച്ചിട്ടാണോ നിങ്ങളുടെ ഈ തലമുടി എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല, എൻ്റെ തലമുടി എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഓയിൽ വെച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് വരുവേ, ഓർമ്മയുണ്ടാവില്ല ഇതൊന്നും. പുള്ളിയാണെങ്കിൽ വക്കീലും കൂടിയാണ്, റാങ്ക് ഹോൾഡറാണ് LLBക്ക്. ഞങ്ങളുടേക്കാളും ഒക്കെ കുറച്ചും കൂടി 1-2 വർഷം ഏർലിയർ പഠിച്ചിറങ്ങിയതാണ്. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പുള്ളിയുടെ കൂടെ പുള്ളി സീനിയറായിട്ട് പഠിച്ചിട്ടുണ്ട് അവിടെ. എവിടെയായിരുന്നു? ട്രിവാൻഡ്രം ലോ കോളേജിൽ. അപ്പം ഇതൊക്കെ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ്. പുള്ളിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? അതെല്ലാം അറിയുന്ന ആളല്ലേ, എന്നിട്ട് ശ്രദ്ധിച്ച് കാണില്ല. പിന്നീടായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. പിന്നെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ഒരു പരസ്യത്തിലും. അതുകൊണ്ട് പരസ്യത്തിലൊക്കെ ചാടി കയറി അഭിനയിക്കുന്നതിന് മുമ്പ് സൂക്ഷിക്കണം അല്ലേ. അതിനു മുമ്പേ ഇങ്ങനെ വക്കീലന്മാർ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അടുത്ത് പോയിട്ട് ഈ ഇത് കാണിച്ചു കൊടുത്തിട്ട് വായിച്ചു നോക്കിയിട്ടൊക്കെ വേണം സൈൻ ചെയ്യാൻ, ഏത് നടനാണെങ്കിലും നടിയാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞ് എൻ്റെ ദേഹത്തോട്ട് കയറുമെന്നോ എന്തുവാ, ഒരു മെലിഞ്ഞിട്ടൊരു കുട്ടി, മെലിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കില്ലേ, നിങ്ങൾക്കറിയാം. അവരിങ്ങനെ ഇത് തുറന്നാൽ മുഴുവൻ അവരാണല്ലോ, ഒരു മിമിക്രി കലാകാരൻ്റെ ഭാര്യ. പുള്ളിക്കാരത്തി അഭിനയിക്കുന്നു, പിന്നെ എന്താ പറയുക, ആൽബമിൽ അഭിനയിക്കുന്നു, പിന്നെ ഇതുപോലെ തന്നെ കള്ള് ഷാപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്നു. എന്തൊക്കെയോ പാവ, അത് ജീവിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതാണ്, സമ്മതിച്ചു, പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഒരു പരിധിയില്ലേ ഇങ്ങനെ ചെയ്യുന്നതിന്, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞ കുട്ടി വന്ന് പറഞ്ഞു, ഇങ്ങനെ മുണ്ടും ബ്ലൗസ് ഇട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തോരം ദശലക്ഷം ആൾക്കാർ കാണണമല്ലേ. പണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും മുണ്ടും ബ്ലൗസും ഇട്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുണ്ടും ബ്ലൗസും ഇടാൻ പറ്റുമോ? നമുക്കൊരു എന്തായാലും ഒരു ബുദ്ധിമുട്ട് തോന്നൂലേ. ഞാനിതിന് വേറൊരു തലത്തിലും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. കോവളത്ത് പോകാത്തവരുണ്ടാവില്ലല്ലോ. കോവളത്ത് പോകുമ്പോൾ മദാമ്മമാരെ കണ്ടിട്ടില്ലേ? മദാമ എന്ന് പറയുന്നതും പ്രശ്നമാണ് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത്, അങ്ങനെയും പറയാൻ പാടില്ല. ഓക്കെ, ഫോറിൻ ലേഡീസ്, നമ്മളുടെ ലാൻഡിൽ ഫോറിൻ ലേഡീസ് ആണല്ലോ അവർ. അപ്പോൾ ഒരു വൈറ്റ് സ്കിൻഡാണ്, ഭയങ്കര ഫെയറാണ്. അവർക്ക് കുറച്ച് വെയിൽ കൊള്ളാൻ വേണ്ടി അവർ വരുന്നത്. അപ്പോൾ അവർ മിനിമത്തിലെ ഡ്രസ്സ് ധരിക്കുള്ളൂ അല്ലേ. അവിടെ പോയി നിന്ന് വായ നോക്കി നിന്ന് വെള്ളം ഇറക്കുന്ന ബിരുദന്മാരും ഉണ്ട് നമ്മുടെ ഇവിടെ. അത് അവർക്കൊരു പ്രശ്നമേ ഇല്ല. അത് എന്തുകൊണ്ടാന്ന് പറയട്ടെ, അവരുടെ നാട്ടിൽ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ച ആ പെണ്ണുങ്ങൾ നടക്കും. അവർക്ക് ഇതൊരു അവയവം മാത്രമാണ്, കുഞ്ഞിന് പാൽ കൊടുക്കാനുള്ള ഒരു അവയവം മാത്രമാണ്. ഈ ക്ലീവേജ് ഒക്കെ കാണിച്ചു എന്ന് കരുതി അവിടുത്തെ ആണുങ്ങളും നോക്കൂല, ബസ്സിലൊക്കെ പോകുമ്പോഴേ ആരും നോക്കൂല. പക്ഷേ ഈ നമ്മുടെ ഈ സാരിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ അരക്കെട്ട് കണ്ടാലുണ്ടല്ലോ, സാരി ഇട്ടിട്ട് പോയാൽ അവരവിടെ തന്നെ നോക്കും. എന്താണെന്നറിയോ, അവർക്ക് അവിടെയാണ് കാണിക്കാൻ പാടില്ലാത്തത്. നമ്മുടെ അരഭാഗമാണ് ഫോറിൻ കൺട്രീസിൽ റിവീൽ ചെയ്യാൻ പാടില്ലാത്തത്. അവിടെ അതാണ് ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറയും ആ വേർഡിനെ. അയ്യോ ഡിസ്ഗസ്റ്റിംഗ്, യു കാൻ ഡു ദാറ്റ് എന്ന് പറയും. അവിടെ കാലുകൾ കാണിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ തൊടയൊക്കെ കാണിക്കുന്നത് നല്ലതല്ല. അവരവിടെ കുഞ്ഞ് ഇത് നിക്കർ പോലത്തെ ഇട്ടിട്ട് നടക്കും. തൈസ് കാണിക്കുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല അല്ലേ. ആ വേർഡ് ഇപ്പം പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് തൈസിൻ്റെ മലയാളം ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. മലയാളം അതാണ് വേർഡ് തൈസിന്. പിന്നെ അത് പറയാതെ എന്ത് ചെയ്യും? എൻ്റെ അമ്മ കേട്ടിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയും, നീ എന്തിനാ ആ വേർഡ് ഉപയോഗിച്ചതെന്ന്. അമ്മ എങ്ങനെയാണ് ഈ ശരീരഭാഗങ്ങളുടെ എല്ലാം വേർഡ്സ് ഒന്നും പറയത്തില്ല. ബ്രസ്റ്റിൻ്റെ മലയാളമൊന്നും അമ്മ പറയില്ല. അപ്പോൾ ക്ലീവേജ് എന്നൊന്നും അമ്മ ജീവിതത്തിൽ പറഞ്ഞു കാണത്തില്ല. ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, എനിക്കിതിപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്കുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് പേര് കേൾക്കുന്നുണ്ട്. അപ്പം ഞാനത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. എല്ലാവർക്കും ഇതിൻ്റെ ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അപ്പം ഈ ഭാഗത്ത് കാണിച്ചിട്ട് ചെയ്യുന്നത് ആൾക്കാർക്ക് അവിടെ ഒരു പ്രശ്നമല്ല. അങ്ങനെയാണ് അവിടുത്തെ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ ഒരു ടീഷർട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കണതൊക്കെ ആയിരിക്കും അവിടെ എല്ലാവരും ഇട്ടിട്ട് നടക്കുക. ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ ഓവർ ദർ, ദാറ്റ്സ് നോട്ട് വൾഗാരിറ്റി ഓവർ ദർ. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേക്ക് അത് മോശവും. നമ്മുടെ ആണെങ്കിൽ ഈ ഭാഗം കണ്ടു, വയറിൻ്റെ സൈഡും ഇതൊന്നും കണ്ടു എന്ന് വെച്ചാൽ ആർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അവിടെ പ്രോബ്ലം. അപ്പോൾ ഓരോ നാടിൻ്റെ സംസ്കാരം അനുസരിച്ചിട്ട് അത് മാറും. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇപ്പം മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് അവിടെ പോകുമ്പോൾ അവരിത് കാണുമ്പോൾ അവർക്ക് കുറച്ച് അവിടെ ഇത്
കാണുകയല്ലേ ഫ്രീ ആയിട്ട്. അപ്പോൾ അവർക്കതൊരു ഹൈ ആയിട്ട് തോന്നും. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കും മടുക്കും. അവർ മനസ്സിലാക്കും ഇത് ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന്. പക്ഷേ അതേ ലേഡീസ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി കൂടും. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്യൂരിയോസിറ്റി തന്നെയാണ് ഈ പറഞ്ഞ പെൺകുട്ടികളൊക്കെ തുറന്ന് കാണിച്ചിട്ട് ഇത്ര രൂപ തരൂ എന്ന് പറയുന്നത്. എത്രയോ ആണ് അവളുടെ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഇത്ര. എൻ്റെ ദൈവമേ, എൻ്റെ അടുത്ത് ഈ ലോ കോളേജിലെ കുട്ടികൾ കുറേ പേര് ആൻറ്റി കുറച്ച് പാഠങ്ങൾ പറഞ്ഞു തരൂ, ഇതിനകത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യൂ, അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചു. അപ്പോഴും എനിക്ക് മടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന പണമല്ലേ, അത് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, അതൊക്കെ ഏത് രീതിയിലൊക്കെ ഉള്ള പണമാണ് വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ, ആരാ നമുക്ക് ഈ പൈസ ഇടുന്നതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ ഇതുവരെ. എന്നോട് പലരും പറയുന്നുണ്ട് ഒരു ട്യൂട്ടോറിയൽ പോലെ കോൺട്രാക്ട്സ്, ഞാൻ LLM കോൺട്രാക്റ്റാണ് പഠിച്ചിരിക്കുന്നത്. നല്ലതാണ്, ബിക്കോസ് ഞാൻ അതിനകത്ത് നല്ല അവഗാഹമുണ്ട്. എനിക്ക് തുടങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, പിന്നെയും ഞാനത് മാറ്റി വെക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലും തുടങ്ങാനായിട്ട് ഇപ്പം എനിക്ക് പേടിയാണ്. ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയോന്ന് ചോദിക്കും ആൾക്കാർ. അതുപോലും മോശമായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അമേരിക്കയിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. മെറ്റ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ളതിന്, മെറ്റ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ ത്രെഡ്സിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പിനെയാണ് മെറ്റ എന്ന് പറയുന്നത്. ആ മെറ്റയുടെ ഓണറാണ് മാർക്ക് സക്കർബർഗ്. പുള്ളീനെ വിളിച്ചിട്ടുണ്ട് കോടതിയിലേക്ക്. ഒരു പെൺകുട്ടി കേസ് കൊടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ ബാല്യം കൗമാരം ഒക്കെ ഈ പറഞ്ഞ ആപ്പുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ്. എന്താണെന്നറിയോ, അതിൻ്റെ ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ ഏതെങ്കിലും ഈ കുറേ ഇങ്ങനത്തെ വരുന്നുണ്ടല്ലോ, ഈ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഒരു ബാല്യത്തിലോ കൗമാരത്തിലൊക്കെ ഉള്ളവർ കാണേണ്ടതല്ല. അവർ പഠിക്കേണ്ട സമയത്ത് അവർ എന്തെങ്കിലും ഈ മൊബൈൽ എടുത്ത് എന്തെങ്കിലും ഒന്ന് നോക്കിപ്പോയാൽ, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു പൂവ് നോക്കിപ്പോയാൽ ചിലപ്പോൾ ആ പൂവ് തുറക്കുമ്പോൾ വരുന്നത് വൃത്തിയിട്ട കാര്യങ്ങളാണ്. അങ്ങനെ എനിക്ക് കുറേ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫീഡിലേക്ക് മുഴുവനും വന്ന് കയറുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. സെക്സ് ടോയ്സ് വേണോ അങ്ങനെയൊക്കെ വന്നിട്ട് മെയിലൊക്കെ വന്ന് കിടക്കണോ, അന്തം വിട്ടുപോകും നമ്മൾ. ദൈവമേ, ഇതെന്താ ഇങ്ങനെ എൻ്റെ ഇതിൽ നിന്ന് എഴുതിയിട്ട്. അതുപോലെ ഫേസ്ബുക്കിൽ ഈ ഭാഗം മുഴുവനും വിടർത്തി കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോസ്, ഇതൊക്കെ എങ്ങനെ നമ്മുടെ ഇതിലേക്ക് കയറി വരുന്നു. ഞാൻ എന്തെങ്കിലും ഞെക്കി കാണും, പോവോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ, പ്ലാന്റൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെക്കും, അല്ലെങ്കിൽ ഒരു ആഭരണം കാണുമ്പോൾ ഞെക്കും, സാരി കാണുമ്പോൾ ഞെക്കും. അതിൻ്റെയൊക്കെ പുറയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇങ്ങനത്തെ പൊഴപ്പ്, അതായത് ഇതിനെ നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ. ദിസ് ഇസ് പ്രോസ്റ്റിറ്റ്യൂഷൻ. എന്തിനാണത് ആരും അങ്ങനെയുള്ള പൈസ വേണ്ടാന്ന് വിചാരിക്കാത്തത്? ജീവിക്കാൻ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണോ? എനിക്കും അറിയില്ല. ആ കുട്ടിക്ക് ആരെങ്കിലും ഒരു ചെറിയ കടയെങ്കിലും ഇട്ട് കൊടുക്കും, ഒരു നാരങ്ങ വെള്ളം കൊടുക്കുന്നതോ മോര് കൊടുക്കുന്നതോ അങ്ങനെയുള്ളൊരു ചെറിയ സംരംഭമൊക്കെ ചെയ്യാൻ പാടില്ലേ. ഇത്തരത്തിലുള്ള പൈസകൾ വരുമ്പോൾ അതനുസരിച്ചുള്ള ഡ്രസ്സും മേടിക്കണം. അതനുസരിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ നമ്മളവിടെ പുച്ഛമാകും വലുതായി കഴിയുമ്പം. ഇപ്പോൾ ആ കുട്ടിയുടെ മകൻ എന്തോ വന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ മകൻ എന്തൊക്കെയോ വന്നതിൽ പറയുന്നുണ്ട്. ഞാൻ ഫുൾ കണ്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ അങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ള ആർത്തി മൂത്തിട്ടാണ് ഈ സിനിമയിലേക്കൊക്കെ ആളുകൾ വരുന്നതേ. സിനിമ ഈസ് ഗുഡ്, എനിക്കിഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കാനാണ്. ഇപ്പോഴും മോഹൻലാലിൻ്റെ സിനിമകൾ എനിക്കിഷ്ടമാണ്. ഈ മോഹൻലാൽ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ച ഹൃദയപൂർവ്വം എനിക്കിഷ്ടമായി. എല്ലാവരും കുറേ കുറ്റങ്ങളെ കയ്യിൽ പറയണ്ടേ, എന്തത്ര കുറ്റം പറയാനാവോ. എന്തായാലും ലാലേട്ടനെ കാണാമല്ലോ. അതൊരു വികാരമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കും എന്ന് കരുതി ലാലേട്ടൻ വന്ന് എൻ്റെ കൂടെ വരുമെന്ന് ആരെങ്കിലും ചോദിക്കുമോ? ചോദിച്ചാൽ തന്നെ ആരെങ്കിലും പോവോ? അങ്ങനെ പോണവരുണ്ടാവുമോ? എനിക്കറിഞ്ഞൂടാട്ടോ. നമ്മൾ സാധാരണ രീതിയിലുള്ള ജീവിക്കുന്ന ആൾക്കാരുടെ ചാനലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ പോയിക്കോട്ടെ, അതൊക്കെ വേറെ. പക്ഷേ ലാലേട്ടൻ വിളിക്കുമല്ലോ എന്നുള്ളത് അതും വേറെ കാര്യം. അതൊക്കെ വെറുതെ നുണക്കഥകളുമായിരിക്കും. അയാൾക്ക് എന്തിൻ്റെ കാര്യമോ? അയാൾക്ക് എന്ത് ദാരിദ്ര്യം ഉണ്ട് അയാൾക്ക്? ഒന്നിനുമില്ല. വെരി 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 പയസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന സമയമല്ലേ ഇതൊക്കെ. അപ്പോൾ അത് വേറെ കഥയാണ്, അതിരിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടി അവരൊന്ന് ചിന്തിച്ചാൽ കൊള്ളാമല്ലേ. അവർക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങി അവർ ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിച്ച് ഒരു സംരംഭം തുടങ്ങും. ഒരു ബണ്ണ് കടയോ എന്താണ്ടൊക്കെ ബണ്ണൊക്കെ വിൽക്കുന്ന കാണാം കേട്ടോ, ചായയും കടിയോ എന്തെങ്കിലുമൊക്കെ അങ്ങ് തുടങ്ങുക. അപ്പോൾ കുറച്ച് പൈസ കിട്ടും. അതുകൊണ്ട് ഷീ ക്യാൻ ലീവ് അല്ലേ. എന്തിനാണ് ഒരുപാട് ഇതിൻ്റെയൊക്കെ പിന്നാലെ കിടന്ന് ഓടുന്നത്? ഈശ്വര, ആ മിമിക്രി കലാകാരൻ്റെ ഗ്രൂപ്പ് എല്ലാവരും കൂടെ ചേർന്നൊന്ന് സഹായിച്ചാൽ ആ കുട്ടിക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റില്ല. എന്തിനാ അതിനെ ഇങ്ങനത്തെ ഇതിലൊക്കെ വേഷം കെട്ട് കാണിച്ച്? ഒരു കലാമൂല്യവും ഇല്ല ആ കുട്ടി.
കാണിക്കുന്ന ഓരോ കോപ്രായത്തരത്തിനും അല്ലേ, കഷ്ടം തോന്നിപ്പോയി എനിക്ക്. എന്നാൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് ആരും കമൻറ്റ് ഇടേണ്ടയും ചെയ്യണ്ട കേട്ടോ, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം ഞാൻ ഒന്നും കമൻറ്റ് ഇടില്ല, ഒന്നിനും ഞാൻ കമൻറ്റ് ഇടാറില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണം തോന്നി. ആരെങ്കിലും ഒന്ന് ഈ കുട്ടീനെ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഒരു ചായക്കട തുടങ്ങാൻ, അത് നല്ല രീതിയിൽ, ചായക്കട എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്നും ആയിരിക്കണ്ട, നല്ല രീതിയിൽ. അപ്പോൾ ഇവരത് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകളൊന്ന് എവിടെന്നെങ്കിലുമൊക്കെ ചെന്നൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ നോക്കും. അല്ലാതെ മറ്റു രീതിയിൽ ജീവിക്കുന്നതിലും ഈ തുറന്ന് കാണിക്കുന്നതും ബട്ടൺ അഴിച്ച് കാണിക്കുന്നു ഇവിടെ എന്തിനാണല്ലേ, പാവം തോന്നിപ്പോയി എനിക്ക്. എൻ്റെ വീട്ടിലേക്ക് ആരും കൊണ്ടൊന്നും കൊടുക്കാനില്ല എന്നാണ് അത് പറയണത്. പക്ഷേ സ്റ്റിൽ അതിൻ്റെ അച്ഛനെ കണ്ടിട്ട് അത്ര വയസ്സായ ആളായിട്ട് തോന്നിയില്ല. ഇതിനൊക്കെ ഒരു തുണയായിട്ട് നിന്നാൽ പോരെ കൂടെ. എത്രയോ ആളുകൾ ഒരുപാട് ജോലിയെടുത്ത് ജീവിക്കുന്നു അല്ലേ. അങ്ങനെ ഒരു പോട്ടെ, ഒരു എന്താ പറയുക, ഇസ്രായേലും അവിടെയൊക്കെ ആളുകളെ കൊണ്ടുപോകുന്നില്ല, തൃണവൽഗണിച്ച് എന്താ പറയുക, മരണഭീതിയിൽ പോലും നേഴ്സസ്, ജനറൽ നഴ്സിംഗ് പഠിച്ച കുട്ടികളൊക്കെ അവിടെ പോയി കെയർ ഹോമിലൊക്കെ നിൽക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോലെ വേണമെങ്കിൽ ഇതിന് അതൊക്കെയാണ് പറയണത്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു മമതയുണ്ടാവും. ഇത് എന്തുമാത്രം തെറിവിളികളാണ് ആ കുട്ടി കേൾക്കുന്നത്. ഈശ്വരാവോ, എങ്ങനെ ഇതിന് ധൈര്യം ഉണ്ടാവും അല്ലേ. നമുക്ക് ഒരെണ്ണം കേട്ട് കഴിഞ്ഞാൽ ഉറക്കം വരുമോ ഭഗവാനെ. അതിന് ദൈവം രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലാലേട്ടനും എന്താ പറയുക, എല്ലാവരും ഇതുപോലെ എല്ലാ സെലിബ്രിറ്റീസും പോയി ഇനി പറയാൻ തുടങ്ങിയ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. ചിലപ്പോൾ കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കണം, ഇനി അനുമതി എടുത്തതിന് ശേഷമായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ വേറെ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ സിനിമാ നടന്മാരെയും പിന്നെ രാഷ്ട്രീയക്കാരെയൊക്കെ മോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യില്ലേ. ഇപ്പോൾ അത് പറമ്പുകളിൽ, പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ AI മൂലം നമ്മുടെ ഫോണിലെത്തുകയാണേ. എല്ലാവരും കുടുകുടാന്നിരുന്ന് ചിരിച്ചു കളയും. നരേന്ദ്രമോദി ഡാൻസ് ചെയ്യുന്നതും അതൊക്കെ അത് അവരുടെ ആ ഒരു പദവിക്ക് ആ ഡിഗ്നിറ്റി നമ്മൾ കൊടുക്കണ്ടേ. നരേന്ദ്രമോദി അല്ല, അമിത്ഷാ അല്ല, പിന്നെ എന്താ പറയുക, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി അല്ല, ആര് വരട്ടെ, പിന്നെന്താണ് മൻമോഹൻ സിംഗ് അല്ല, ആരാണെങ്കിലും ഇവർ ഈ എടുത്തിട്ട് ഇതുണ്ടാക്കലാണ്. എന്തിനാണല്ലേ. നമ്മളുടെ ഒന്ന് അങ്ങനെ ഉണ്ടാക്കി ആരെങ്കിലും ഒന്ന് അയച്ചു തന്നു നോക്കുമ്പോൾ നമുക്ക് എന്തൊരു വിഷമം ഉണ്ടാവും അല്ലേ. അങ്ങനെ ഈ മിമിക്രി ചെയ്യുന്ന പോലെ കിക്കിന്ന് കാണിക്കുന്നത്. ഒരു പ്രാവശ്യം ഇവരുടെ പേരെന്താണ്, ഷോലെ എന്ന് പറഞ്ഞ സിനിമയിൽ ബസന്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അവരുടെ പേരെന്താ, ഹേമമാലിനി. ഇപ്പോൾ ഹേമമാലിനി MP ആണേ. അപ്പോൾ അവർക്ക് അവർ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൊരു ഷോ ഉണ്ടായിരുന്നു ഒരു ഹിന്ദി ചാനലിൽ ഡാൻസിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു കുട്ടി അതിൻ്റെ മുമ്പിൽ വന്ന് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിച്ച് കാണും, ഞാൻ ഇവരെ പറ്റിയിട്ട് പിന്നെ കഴിക്കും, എൻ്റെ ഒരു പോളിസിയാണ് കഴിക്കരുതെന്ന് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇവരെ പറ്റിയിട്ട് നല്ലപോലെ ഇങ്ങനെ മോക്ക് ചെയ്ത് കാണിച്ചാൽ, ഇവർ കാണിക്കുന്ന ഡാൻസൊക്കെ കാണിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതി ഒരു കൊച്ചു വന്ന് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ഒരു ഇച്ചിരി സർക്കാസ്റ്റിക്കായിട്ട്, അതൊരു സർക്കാസ്റ്റിക് ഷോയും കൂടി ആയിരുന്നേ. അങ്ങനെ കുറച്ച് കളിയാക്കുന്ന പോലത്തെയൊക്കെയാണല്ലോ ചെയ്യുക, കോമഡി ഷോ അല്ലേ. അപ്പോൾ ഇവരവിടെ നിന്ന് എഴുന്നേറ്റ് ഇവർ പറഞ്ഞ്, ഇത്രയും വലിയ ഒരു കലാരൂപത്തിൽ ഞാൻ അഭിനയിച്ചത്, ഞാൻ ഇങ്ങനെയാണോ കുട്ടി അഭിനയിച്ചത്, ഇത് എന്നെ ഇരുത്തിക്കൊണ്ട് എത്ര ധൈര്യം വന്ന് നിങ്ങൾക്ക്. ഹിന്ദിയിലായിരുന്നു, അങ്ങ് അടിച്ച് വിടുമായിരുന്നേ. ഇങ്ങനെ ഞാൻ ഇരുന്ന് അപമാനിക്കാനായിട്ട് ഞാൻ ഇരുന്ന് തരൂല, അതിനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത്. അവർ ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിൽ ഒരു ഞാൻ അവരോട് യോജിക്കുന്നു അക്കാര്യത്തിൽ. കാരണം കുറച്ച് ശ്രദ്ധിക്കണം, ഇവരൊരു 10-70 വയസ്സായ ഒരു MP ആണ്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ബഹുമാനം കൊടുക്കേണ്ടത് കൊടുക്കാത്തത്? അവർക്കൊരു സ്ഥാനം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവർ ഇറങ്ങിപ്പോയി, ഒരു തരക്കേടില്ല. അതുപോലെ ഇനിയൊരു MP ഉണ്ട്, നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഭാര്യ ജയ ബച്ചൻ. പുള്ളിക്കാരത്തി ഫയർ ബ്രാൻഡാണ്. 10-78-80 ആയി കാണുമെന്ന് തോന്നുന്നില്ലേ. മുഴുവൻ നരച്ചിട്ട് ഈ ഫോട്ടോസ് എടുത്തോണ്ട് ഇങ്ങനെ വരില്ലേ, എടുത്തോണ്ട് വരുമ്പോൾ കോൻഹേ പത്രക്കാർ ഹേ അവരോട് പറയണതാട്ടാ പിള്ളേർ, കോൺസാ പത്ര പപ്പരാസി ഹേ ക്യാ പപ്പരാസി, ചീത്ത വിളിക്കുക. പപ്പരാസികൾ എന്ന് പറഞ്ഞൊരു ആണ് ഈ സോഷ്യൽ മീഡിയനെ ആൾക്കാർ കളിയാക്കുന്ന പേരാ പപ്പരാസി എന്ന് പറയണത്. അങ്ങനെ പറയേയില്ല, അതൊരു തരം ഡിഗ്നിറ്റി കുറഞ്ഞൊരു വേർഡാണ്. അത് പറയണോ ആ പിള്ളേർ. എന്നിട്ട് അവർ നല്ല ചീത്ത കൊടുത്തു. അവർ ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഞങ്ങളുടെ പുറയിൽ ഇങ്ങനെ വരുന്നത്? അവർ അഭിനയിക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് സമ്മതിച്ചു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വരുന്നത് സമ്മതിച്ചു. ഇവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അവർ വേറെ ഏതോ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അവരുടെ പിന്നാലെ നടന്ന് ഫോട്ടോ എടുക്കുക. അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പം അതൊക്കെ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ കടന്നു കയറുകയാണ്. അങ്ങനെ കടന്നു കയറുമ്പോൾ ആരായാലും ഒച്ചയിടും അല്ലേ.
എന്നെ പോലെയുള്ള സാധാരണക്കാരിയായിട്ടുള്ള ഞാൻ സമ്മതിക്കില്ലല്ലോ അങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങണ സമയത്ത് അവർ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉടുപ്പൊക്കെ മാറിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്നടിക്കുമ്പോൾ ഡിലീറ്റ് എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇൻഡിഗോയിൽ വെച്ചിട്ട്. അങ്ങനെ എടുക്കാൻ പാടില്ല. അതിനകത്ത് കയറിയിട്ട് മറ്റുള്ള യാത്രക്കാർ വരുന്ന ഒരു ഫോട്ടോയും വീഡിയോയും നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അത് പേഴ്സണാലിറ്റി റൈറ്റ്സിന് പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുന്നതിന് തുല്യമാണ്. അതെന്തായാലും അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജീവിതത്തിൽ നമ്മളൊരു അച്ചടക്കത്തോടു കൂടി മുമ്പോട്ട് പോവുകയും വേണം. എവിടെയൊക്കെയാണ് നമ്മളുടെ ഇതെല്ലാം തുറന്നു കാണിക്കേണ്ടതെന്ന് അവരവർ തന്നെ തീരുമാനിക്കണം. ശരി, കുറച്ച് കഴിയുമ്പോൾ ഈ തുറന്നു കാണിക്കുന്നതിനൊക്കെ ഭംഗിയില്ലാതായി കഴിയുമ്പോൾ അവരെങ്ങനെ ജീവിക്കും? ഇതിനൊക്കെ നിരന്തരമായിട്ടൊരു ഭംഗിയൊന്നും ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ, അല്ലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ പറഞ്ഞോളൂ. അവരെന്തെങ്കിലും കാണിക്കട്ടെ ചേച്ചി എന്നാണെങ്കിൽ അത് ഓക്കെ. പക്ഷേ ഇത് നമുക്ക് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണല്ലോ എൻ്റെ യൂട്യൂബ്. അപ്പോൾ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അത് അവരുടെ വീട്ടിലേക്ക് 10 പൈസ നമ്മൾ കൊണ്ട് കൊടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് കൈ വളർത്താനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തുറന്നു കാണിച്ചാണോ ജീവിക്കുന്നത്? ജീവിക്കാനായിട്ട് വല്ലാത്തവർ, ജീവിക്കാൻ വകുപ്പില്ലാത്തവർ ദൈവത്തിനറിയാം. എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് എനിക്ക് പറയണം എന്നുള്ളത് എൻ്റെ ഒരു മൂല്യബോധവുമാണ്. ധാർമ്മികതയുണ്ട് ഇതിനകത്ത്. ധാർമ്മികത എന്ന് പറയുമ്പോൾ ഒരു കോടതിയുടെ കേസും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഇന്നലെയോ മിനിയാന്നോ ഒരു കേസിൽ വിധി പറഞ്ഞു അലഹാബാദ് കോടതി. എന്താ പറഞ്ഞതെന്നറിയോ? നാളെ പറയാം. അവിഹിതം ഭർത്താവ് ലിവിങ് ടുഗെദർ ഒരു പെണ്ണിൻ്റെ കൂടെ, അത് ശരിയാണെന്ന് കോടതി പറഞ്ഞെന്ന്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് നമുക്ക് നാളെ പറയാം കേട്ടോ. എന്താണ് ആ കേസ്, എന്തിനാണ് അങ്ങനെ ആ കോടതി അപ്പോൾ പറഞ്ഞത്, അതപ്പോൾ തെറ്റല്ലേ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നാളെ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അതുവരയ്ക്കും സ്റ്റേ ട്യൂൺഡ് എന്ന് പറയില്ല, അതുപോലെ അതുവരയ്ക്കും ക്ഷമയോടെ ഇരിക്കും. കാരണം 20-22 മിനിറ്റായി. ഇതിൽ കൂടുതൽ നിങ്ങൾ കേൾക്കൂല. കേസ് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു കേസ്, മനസ്സിലായോ? അതും പറയാനുണ്ട് ഇതിനകത്ത്. കാരണം ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഇട്ട് കുലുക്കുന്ന ഓരോ സന്ദർഭങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ അത് അലഹാബാദ് കേസ്. ഓക്കെ, ബൈ. എനിക്ക് കുറച്ച് സബ്സ്ക്രിപ്ഷൻസ് കൂടി, എന്നാലും ഇച്ചിരി കൂടെ നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളെന്ത് ചെയ്യാനല്ലേ? നിങ്ങളൊക്കെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്താൽ, നിങ്ങളൊക്കെ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി കാണുന്നവർ. അപ്പോൾ ഉണ്ടല്ലോ കൂടുതൽ ആൽഗരിതം വർക്കാവും. മറ്റേ ആ ചേച്ചിയുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അഴിച്ച് കാണിക്കുന്നവർ കയറി കാണുമ്പോൾ കൂടുതൽ ആൽഗരിതം വർക്കാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്നവരുടെ ഒന്ന് ആൽഗരിതം വർക്കായിരുന്നെങ്കിൽ, കുറച്ച് ചാനലൊക്കെ ഒന്ന് വളർന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാനിരിക്കുന്നവർക്കും ചെയ്യുന്നവർക്കും നന്ദി.